ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീം ഡേൺസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പുതുറ സ്പെഷ്യൽ കഞ്ഞിയാണ്. അതിനായിട്ട് അരി 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് ഇട്ടിട്ടുണ്ട്. പരിപ്പ് 1.5 കപ്പ്. പച്ചപ്പയർ പരിപ്പാണ്. തേങ്ങ അരച്ചത് 1/2 കപ്പ്. തക്കാളി 1 തക്കാളി. പച്ചമുളക്, മല്ലിയില, പുതിനയില, സവാള 1 അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബീഫ്, ഏലക്ക, ഗ്രാമ്പു, പച്ചരുവ. കഞ്ഞി വെക്കുന്നത് കുക്കറിലാണ്. കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി. ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, ഉലുവ ചേർത്തോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഉള്ളി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. ബീഫ് ചേർത്ത് കൊടുക്കും. പുതിന, മല്ലിയില എല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 7 കപ്പ് വെള്ളം ചേർത്തെടുക്കാം. കുക്കർ നമുക്ക് അടച്ച് ഒരു 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നമുക്ക് പുതിനയില ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് പുതിന, മല്ലിയില, തേങ്ങ 2-3 കഷ്ണം, ഉപ്പ്, 1 നെല്ലിക്ക വലിപ്പത്തിലൊരു പുളി, സവാള 1 പച്ചമുളക് 3 ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയിലിരുന്ന് നമ്മുടെ ചട്നി റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുക്കർ 3 വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കഞ്ഞി വാങ്ങി വെക്കാം. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. കഞ്ഞി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ കഞ്ഞി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക്
വെച്ചിട്ട് നമുക്ക് ബീറ്റർ വെച്ചൊന്ന് അടിച്ചെടുക്കാം. ബീറ്റർ വെച്ച് നന്നായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. കഞ്ഞിയിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒരു പാത്രം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ കഞ്ഞി അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കഞ്ഞി നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി കൂടി ചേർത്ത് കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.